അലങ്കൃതേ, നീ എന്തോന്നും മിണ്ടാത്ത അലങ്കൃതേ? എത്ര നേരമായി കടന്ന് വിളിക്കുന്നു, നിനക്ക് ചെവി കേൾക്കാൻ പറ്റില്ലേ? അയ്യോ അമ്മ വിളിച്ചോ? ഞാൻ കേട്ടില്ല. എനിക്കറിയാം നീ മനഃപൂർവ്വം മിണ്ടാതിരുന്നയാ. ഞാൻ എന്തെങ്കിലും പണി ചെയ്യാനായിരിക്കും നിന്നെ വിളിക്കുന്നേ. അപ്പൊ പിന്നെ അതിന്റെ മടി കാരണം മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയായില്ല വന്നിട്ട്, അതിന് മുമ്പ് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ തുടങ്ങിയോ? അയ്യോ സത്യം പറഞ്ഞ് ഞാൻ എന്തോ ആലോചിച്ചിരുന്ന് പോയി, അല്ലാണ്ട് മനഃപൂർവ്വം കേൾക്കാതിരുന്നൊന്നുമല്ല. പിന്നെ ഈ അലങ്കൃത എന്നുള്ള പേര് എനിക്ക് അങ്ങനെ യൂസ്ഡ് അല്ല. എല്ലാവരും എന്നെ അല്ലീന്നാണ് വിളിക്കുന്നത്, വീട്ടിലും നാട്ടിലും എല്ലാവരും അല്ലീന്നാണ് വിളിക്കുന്നത്. അമ്മയെ അല്ലീന്ന് വിളിച്ചാൽ മതി, അലങ്കൃത അതെങ്കിൽ എന്തിനാ നീട്ടി വിളിക്കാൻ പോണേ? അയ്യേ, അല്ലിയും മല്ലിയൊന്നും വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നെ വെച്ച് നിനക്ക് അതിന് പറ്റിയ പ്രായമാണോ? 10-26 വയസ്സായില്ലേ? ഈ ഓമനപ്പേര് വിളിക്കേണ്ട പ്രായമാണോ നിന്റെ? നിന്റെ വീട്ടിൽ വിളിക്കുന്നവർക്കോ ബോധമില്ല, നിനക്ക് കേൾക്കുന്ന നിനക്കെങ്ങനെ കുറച്ച് എളുപ്പ് വേണ്ടേ? അല്ല, നിന്റെ വീട്ടിൽ എല്ലാവർക്കും ഈ ഓമനപ്പേരുണ്ട്? ആ ഉണ്ട്. എൻ്റെ അനിയത്തിയുടെ പേര് അമ്മൂന്നാ വിളിക്കുന്നത് എല്ലാവരും, അനിയനെ അപ്പു, പിന്നെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അച്ഛൻ്റെ ശരിക്കും പേര് മാധവമേനെന്നാ, അമ്മയ്ക്കറിയാലോ. പക്ഷെ അച്ഛൻ എല്ലാവരും ഉണ്ണീന്നാണ് വിളിക്കുന്നത് നാട്ടിലുള്ളവരൊക്കെ. അച്ഛമ്മയൊക്കെ അങ്ങനെ വിളിച്ച് പഠിച്ചു. പിന്നെ അമ്മയുടെ പേര് അനുരാധ എന്നാ എൻ്റെ അമ്മയുടെ പേര്, പക്ഷെ എല്ലാവരും അനു എന്നാണ് വിളിക്കുന്നത്. അയ്യയ്യേ, നിന്റെ വീട്ടിൽ ഒരെണ്ണത്തിന് പോലും ബോധമില്ലേ? എല്ലാവർക്കും ഓരോ ഓമനപ്പേരുകൾ. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും സാധാ പേരുകളുണ്ടല്ലോ, അതങ്ങോട്ട് വിളിച്ചാൽ പോരെ? അത് വെട്ടിച്ചൊരുക്കി എന്തിനാ ഈ ചെറിയ കുഞ്ഞു പേരുകളൊക്കെ വിളിക്കുന്നത്? നാണമുണ്ട്? വല്ല കൊച്ചു കുഞ്ഞാണെ പോട്ടേന്ന് ചോദിക്കാം. ഇത്രയും വലിയ നിന്നെയൊന്നും എന്നെ കൊണ്ട് വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ വേറെ ആരും ഓമനപ്പേര് ഇട്ട് വിളിക്കാറുമില്ല. എൻ്റെ മക്കളെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ആരും ഒന്നും ഓമനപ്പേരിട്ട് വിളിക്കാൻ എന്നെ കൊണ്ട് വരത്തില്ല. അമ്മയുടെ മക്കൾക്കാർക്കും ഓമനപ്പേരൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ചെറുപ്പം തൊട്ട് ഫുൾ നെയിം വെച്ചാണോ വിളിക്കുന്നത്? എൻ്റെ 2 മക്കൾക്കും ഓമനപ്പേരൊക്കെ ഉണ്ട്. പക്ഷേ കിച്ചുവിനാണെങ്കിൽ അതിൻ്റെ വെട്ടി അവന് കിച്ചുന്ന് വിളിക്കണ ഇഷ്ടമല്ല. അവൻ്റെ കൂട്ടുകാരൻ കണ്ടു വന്നപ്പോൾ ആരാ കണ്ടു കിച്ചുന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ ഉയിലവിടെ ഉണ്ടാക്കി. അതിനുശേഷം അവനെ വിളിക്കാറില്ല. ഞാൻ വല്ലവരും പറയുമ്പോൾ കിച്ചു എന്ന് പറയുന്നതല്ലാണ്ട് അവനെ നേരിട്ട് മോനെന്ന് വിളിക്കാറുള്ളൂ. ഞാനെന്തായാലും അങ്ങനെയല്ല. എനിക്കെൻ്റെ അമ്മയച്ഛനോ അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഓമനപ്പേര് വിളിക്കുന്നതിന് എനിക്കങ്ങനെ നാണക്കേടൊന്നുമില്ല. വിളി കേൾക്കുന്ന നിനക്ക് ബോധമില്ലെങ്കിലും ഈ വിളിക്കുന്ന എനിക്കൊരു ചെറിയ നാണമാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിളിക്കത്തില്ല. അലങ്കൃത എന്നുള്ള പേരെ ഞാൻ വിളിക്കത്തുള്ളൂ. അത്രയ്ക്കുള്ളതൊക്കെ മതി. ഞാൻ പോവുക. ഇനി വിളിച്ചാൽ മനഃപൂർവ്വം വിളി കേൾക്കാതിരിക്കാതിരുന്നാൽ മതി. എടാ ചെറുക്കാൻ, നിനക്ക് നാണമില്ലേ ഭാര്യ ഇങ്ങനെ കിടന്ന് ചെല്ലപ്പേര് വിളിക്കാൻ? അവക്ക് വേറെ പേരില്ലേ? അമ്മ, ഞാൻ എൻ്റെ ഭാര്യയെ തന്നെയല്ലേ വിളിച്ചത്, അവളെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നേ. എല്ലാവരിലും ഞാൻ എന്തായാലും ഇല്ലാട്ട മോനെ. ഞാൻ അലങ്കൃതാന്ന് വിളിക്കുന്നുള്ളൂ. ചെല്ലപ്പേര് വിളിക്കുന്നു, കൊച്ചു കുഞ്ഞാണല്ലോ. എടുത്തോടെ നോക്കത്തോച്ച് ഇടക്കടാക്കട് ചെല്ലപ്പേര്. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടാവും, അപ്പം നിന്റെ കൊച്ചിനെയും ഇവളെയും ചെല്ലപ്പേരിട്ട് വിളിക്കുമായിരിക്കും. വല്ലി. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അമ്മയുടെ പ്രശ്നം എന്താ? എടാ, ഞാൻ പറയുന്നത് മാത്രമാണ് നിനക്ക് കുഴപ്പം. ഒരു പെങ്കോന്തനാവാനാണ് നിന്നെ വളർത്തിയെടുത്ത് കിഴങ്ങൻ ഭാര്യയെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നത്. എടാ, നാളെ അവൾ നിന്റെ തലയിൽ കയറി നിരങ്ങും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. അമ്മയ്ക്ക് വല്ല പ്രഷർ കൂടി ഇരിക്കുകയാണ്. അമ്മ എന്തിനീ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ പുറത്തു പോവാണ്, അമ്മ അവളോടൊന്ന് പറഞ്ഞേക്ക്. എനിക്കൊന്നും വയ്യ, നീ എന്നെ പറഞ്ഞ എൻ്റെ അല്ലിയോട്. കുഞ്ഞോളെ, നീ കറി വെച്ചോ? നിനക്ക് നടുവേദനയുള്ള കേട്ടോ, വെപ്രാളം കാണിച്ചൊന്നും കൊച്ചു കഴിയണ്ട. ശരി കുഞ്ഞോളെ, വൈകുന്നേരം വിളിക്കണേ. ആരമ്മ ഫോണിൽ? അല്ല, ഈ കുഞ്ഞോളാരാ? എൻ്റെ മസ്കറ്റിലുള്ള മോള്, അല്ലാതെ. ആഹാ, കുഞ്ഞോളെന്നാണോ വിളിക്കുന്നേ? ചെറുപ്പം തൊട്ടേ ഞാൻ കുഞ്ഞോളെന്നാണ് എൻ്റെ മോളെ വിളിക്കുന്നത്. അവൾക്ക് അങ്ങനെ വിളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ മോനെയും കിച്ചു എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവന് പിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ നിർത്തി, മോനേന്നായി ഇപ്പം. അപ്പം അമ്മയ്ക്ക് വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കാൻ അറിയാമല്ലേ? നീ എന്താ അലങ്കൃത അങ്ങനെ പറഞ്ഞേ? മക്കളെ ചെല്ലപ്പേരിട്ട് വിളിക്കാൻ അറിയാം, പക്ഷെ മരുമക്കളെ വിളിക്കാൻ അറിയില്ല. 2 പേർക്കും 2 രീതിയാണല്ലോ. 2 രീതിയിൽ 2 രീതി. അതിനിപ്പോൾ എന്താ തെറ്റ്? എൻ്റെ മോളെ എന്ത് വിളിക്കണമെന്ന് എൻ്റെ ഇഷ്ടമാണ്. ശരി ആൻറ്റി, ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല. നീ ഇപ്പം എന്താ എന്നെ വിളിച്ചേ? ആൻറ്റിയോ? ആൻറ്റി എന്നുള്ള വാക്കേ കേട്ടിട്ടില്ലേ? എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ എൻ്റെ വീട്ടിൽ വേറൊരാളുണ്ട്. എന്നെ പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി എൻ്റെ അമ്മ. ആ അമ്മേനെ മാത്രം ഞാൻ അമ്മയെന്ന് വിളിച്ചോളാം. പിന്നെ ഞാൻ ആരെയൊക്കെ വിളിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ അമ്മായിമ്മ കയറി ഇടപെടണ്ട കേട്ടോ ആൻറ്റി. ശരി കേട്ടോ ആൻറ്റി, ശരി. അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാൻ അവളെ എന്ത് വിളിക്കണമെന്ന് എൻ്റെ തീരുമാനമാണെങ്കിൽ എന്നെ അവൾ എന്ത് വിളിക്കണമെന്ന് അവളുടെ തീരുമാനമാണ്. അല്ലീന്ന് വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ അവൾ ആൻറ്റീന്ന് വിളിക്കും എന്നെ. അതിലും ഭേദം അല്ലീന്ന് വിളിക്കുന്നേ. വെറുതെ ഓരോ ദിവസവും ഓരോ പുകിലുണ്ടാക്കാൻ വേണ്ടി ഞാൻ രാവിലെ എണീറ്റ് വരും. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നാവോ.
മോളെ അല്ലി ഇച്ചിരി ചായ ഉണ്ടാക്കോടി. ശരി അമ്മേ, ഇപ്പൊ ഉണ്ടാക്കാട്ടോ. ആ